Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ആദ്യത്തെ എക്സാം ആയിട്ട് വരുന്നത് ഈ ബിസിനസ് ആൻഡ് സൈബർ ലോസ് ആണ്. ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമുക്ക് ചെയ്യാനുള്ള. ഇന്നത്തെ വീഡിയോയിൽ പാർട്ട് സിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ നമുക്കറിയാം പാർട്ട് സിയിൽ 4 SI ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 2 എണ്ണത്തിന് ആൻസർ ചെയ്യണം. ഒരു ചോദ്യത്തിന് 15 മാർക്ക്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്. നിർബന്ധമായും ഫോക്കസ് ചെയ്യേണ്ടതാണ്. സൈബർ ക്രൈമിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ. എന്താണ് സൈബർ ക്രൈം? അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈബർ ക്രൈം. അപ്പോൾ ഒന്നുകിൽ ഡിഫറെൻറ്റ് ടൈപ്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കാം വരാം. അതല്ലെങ്കിൽ ഈ ഡിഫറെൻറ്റ് ടൈപ്സിലെ ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിട്ടും എടുത്ത് ചോദിക്കാം. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സിലെ സൈബർ ക്രൈം റിലേറ്റഡ് വിത്ത് പേഴ്സൺ ഉണ്ട്, നമ്പർ 1. പിന്നെ പ്രോപ്പർട്ടി ഉണ്ട്, നമ്പർ 2. ദെൻ ഗവൺമെൻറ് ഉണ്ട്, നമ്പർ 3. അഗെയിൻസ്റ്റ് ദെൻ സൊസൈറ്റി. ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിലെ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റിയിട്ടും ചോദിക്കാം, അതല്ലെങ്കിൽ മുഴുവനായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. നിർബന്ധമായും പഠിക്കാം. നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് CRMനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് CRM? അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ CRM ട്രെൻഡ്സ്. ട്രെൻഡ്സ് CRMൻ്റെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ CRMനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് CRM ഡിസൈൻസിനെ പറ്റിയിട്ട്. എന്താണ് CRM ഡിസൈൻ? ദെൻ ഹൗ ഇറ്റ് വിൽ അസിസ്റ്റ് ദി ബിസിനസ് ഓൺടർപ്രണേഴ്സ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യനുള്ള സാധ്യത. ഹൗ ഇറ്റ് വിൽ അസിസ്റ്റ് ദ ബിസിനസ് ഓൺടർപ്രണേഴ്സ്. ഓക്കെ, അപ്പോൾ ഓൺടർപ്രണേഴ്സ്. അപ്പോൾ ഇതാണ് നമ്മൾ CRMൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. മെയിനായിട്ട് ട്രെൻഡ്സ് മെയിനായിട്ട് നോക്കുക. അതിൻ്റെ കൂടെ ഞാൻ ഈ പറഞ്ഞ ചോദ്യം കൂടിയും ഫോക്കസ് ചെയ്യാം. ദാറ്റ്സ് അബൌട്ട് നെക്സ്റ്റ് സജഷൻ. അടുത്തതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് IT ആക്ട് 2000നെ പറ്റിയിട്ടുള്ളൊരു ചോദ്യമാണ്. IT ആക്ട് 2000 എന്താണ്? ദെൻ പോസിറ്റീവ് ആസ്പെക്ട്സ് കോർപ്പറേറ്റ് സെക്ടറിന് IT ആക്ടിലൂടെ ഉള്ളത് എന്തൊക്കെയാണ്? പോസിറ്റീവ് aspects of the corporate sector. പിന്നെ അതിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നാഷണൽ പോളിസി ഓൺ IT 2012 ഉണ്ട്. അതും നോക്കി വയ്ക്കുക കേട്ടോ. ചിലപ്പോൾ അതും വേണമെങ്കിൽ ചോദിക്കാം. നാഷണൽ പോളിസി ഓൺ IT ഇൻഫർമേഷൻ ടെക്നോളജി 2012 അതും നോക്കി വെച്ചോളൂ. അപ്പോൾ IT ആക്ടിനെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നെക്സ്റ്റ് ഒരു സജഷനാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ്. നിർബന്ധമായി നോക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരു സജഷൻ നൽകാനുള്ളത് EPOS എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് ചോദിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ്, അതിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ ചോദിക്കാം. അത് നോക്കിക്കോളൂ. പിന്നെ ERP ചിലപ്പോൾ 5 മാർക്കിൻ്റെയിലേക്ക് ആയിരിക്കാം വരാം. ERP ട്രെൻഡ്സ് ഒന്ന് നോക്കി വെച്ചോളൂ. അതുപോലെ തന്നെ ഫോഴ്സസ് ഇൻഫ്ലുവൻസിങ് ERP ഇംപ്ലിമെൻറ്റേഷൻ അതും നോക്കാം. Forces that influencing
forces influencing ERP implementation. ഓക്കെ, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. അപ്പോൾ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പല ചോദ്യങ്ങളും 5 മാർക്കിൻ്റെ നമ്മൾ സജഷൻസ് വെക്കുന്നുണ്ട്. ചിലപ്പോൾ അത് മാറി ഇതിലേക്കും വരാം. അപ്പം ഞാൻ 5 മാർക്കിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളുടെ ആ ഒരു വീഡിയോ നിങ്ങൾ നോക്കുക കേട്ടോ. പിന്നെ ബിസിനസ് മോഡൽസ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ആ ഒരു ചോദ്യം ഉണ്ട്, അത് നോക്കിക്കോളൂ. ബിസിനസ് മോഡൽസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് മോഡൽസ്, അത് നോക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന SC ചോദ്യങ്ങളുടെ സജഷനാണ് ഞാനിവിടെ നൽകിയിട്ടുള്ളത്. ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിലാദ്യത്തെ ഞാൻ പറഞ്ഞു സൈബർ ക്രൈമിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നു. CRM പറ്റിയുള്ള ചോദ്യം എക്സ്പെക്ട് ചെയ്യുന്നു. പിന്നെ IT ആക്ടിനെ പറ്റിയുള്ള ചോദ്യമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നോക്കി വയ്ക്കുക. പിന്നെ EPOS അതിൻ്റെ ഫങ്ഷൻസ്, ERP ട്രെൻഡ്സ്, ഫോഴ്സസ് ഇൻഫ്ലുവൻസിങ് ERP ഇംപ്ലിമെൻറ്റേഷൻ, പിന്നെ ബിസിനസ് മോഡൽസ്, ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ വലിയൊരു സബ്ജക്റ്റാണ്. അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന SC ആണ് വരാം. അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻസാണ് ഞാനിവിടെ നൽകിയിട്ടുള്ളത്. ഇത് വിട്ടിട്ടും ചോദ്യങ്ങൾക്കുള്ള സ്കോപ്പ് ഉണ്ട്. ബട്ട് നമ്മൾ ഇതിൽ നിന്ന് 2 എണ്ണം നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നമുക്ക് 4 എണ്ണത്തിൽ 2 എണ്ണമല്ല വേണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് സജഷൻസ് നൽകാത്തത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കും ഒരു കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ ഇത്ര കാര്യങ്ങൾ മിനിമം നോക്കിയാൽ ഇതിൽ നിന്ന് എന്തായാലും 2 എണ്ണം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ ചോദ്യങ്ങളുടെ സജഷൻസ് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ നന്നായിട്ട് നോക്കുക. അതിലുള്ള പല ചോദ്യങ്ങളും ചിലപ്പോൾ 5 മാർക്കിൻ്റെ ഉള്ളത് SCക്ക് മാറ്റിയിടുന്നുണ്ട് ഇപ്പോൾ അവർ. ഓക്കെ, ദെൻ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.